മരീചിക എന്നും പാടി വിളിക്കുന്നു നമ്മയല്ല, എന്നും പാടി വിളിക്കുന്നു നമ്മയല്ല. അലയുന്നീതങ്ങും നിഴലുകൾ പോ, അലയാഴി വൻതിരകളെ പോ. മനുഷ്യായുസ്സ മരീചിക എന്നും പാടി വിളിക്കുന്നു നമ്മയല്ല. അലയുന്നീതങ്ങും നിഴലുകൾ പോ, അലയാഴി വൻതിരകളെ പോ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 31 സങ്കീർത്തനം 23 വാക്യം. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പീൻ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു, അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു. തന്നോട് വിശ്വസ്തത പുലർത്തുന്നവരെ യഹോവ സംരക്ഷിക്കുന്നു, എന്നാൽ അഹങ്കാരികൾക്ക് അവൻ പൂർണ്ണമായി പ്രതിഫലം നൽകുന്നു. ദൈവത്തെ സ്നേഹിപ്പാൻ ഈ വാക്യം നമ്മെ പ്രേരിപ്പിക്കുന്നു. വിശ്വസ്തരായവരെ അവൻ സംരക്ഷിക്കുമെന്നും അഹങ്കാരികളെ ന്യായമായി ശിക്ഷിക്കുമെന്നും ഈ വാക്യത്തിലൂടെ ദാവീദ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അല്പത്തിൽ വിശ്വസ്തരെ ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം നമ്മെ ആക്കുന്ന ഇടങ്ങളിൽ അത് ചെറുതായാലും വലുതായാലും വളരെ വിശ്വസ്തയോടെ ജീവിച്ച് പ്രവർത്തിച്ചാൽ അവൻ നമ്മായിരിക്കുന്ന ഇടങ്ങളിൽ ഏത് പ്രതികൂലങ്ങളുടെ മധ്യത്തിലും നമ്മെ പരിപാലിക്കുമെന്ന് ഈ വാക്യം നമ്മെ ഉറപ്പ് നൽകുന്നതാണ്. ചന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന എബ്രായ ബാലന്മാർ രാജാവ് ഉയർത്തിയതായിട്ടുള്ള ബിംബത്തെ നമസ്കരിക്കാതെ തങ്ങൾ സേവിക്കുന്ന ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. അതുമൂലം എരിയുന്ന തീച്ചൂളിയിൽ അവർ എറിയപ്പെട്ടുവെങ്കിലും നാലാമനായി ദൈവം ഇറങ്ങി വന്ന് അവർക്കൊരു പോറൽ പോലും ഏൽക്കാതെ അവരെ സൂക്ഷിച്ചുവെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, പ്രിയ സ്നേഹിതരെ, ദൈവം നമ്മെ ആക്കുന്ന ഇടങ്ങളിൽ വിശ്വസ്തരായി നമുക്ക് നിലകൊള്ളാം. അവനെ നമുക്ക് സ്നേഹിക്കാം. ആ സ്നേഹം പ്രകടിപ്പിക്കുവാൻ അവൻ നമ്മെ ആക്കുന്ന ഇടങ്ങളിൽ ചെറുതായാലും വലുതായാലും വിശ്വസ്തരായി നിലകൊള്ളാം. ഏത് പ്രതിസന്ധിയിലും അവൻ നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതിസന്ധികളിൽ വിശ്വസ്തയോടെ നിലകൊള്ളുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.